സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ക്രൂരമർദ്ദനമുണ്ടായ ഒരു സംഭവത്തിലേക്കാണ്. സംഭവമാണ് പരിശോധിക്കുന്നത്. MRI സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജയകുമാരി എന്ന ജീവനക്കാരിക്ക് മർദ്ദനമേറ്റത്. ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിക്കുകയായിരുന്നു. മുഖത്ത് പൊട്ടലേറ്റ ജയകുമാരി അബോധാവസ്ഥയിലായി. സംഭവത്തിൽ പൂവാർ സ്വദേശി അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ മോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? യാതൊരു പ്രകോപനവുമില്ലാതെയാണോ ഈ അനിൽ എന്ന യുവാവ് ആക്രമണം നടത്തിയത്? ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൂവാർ സ്വദേശിയായ അനിലിന്റെ ബന്ധുവിനുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. MRI സ്കാനിന് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള അതിന്റെ ഡേറ്റ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയുള്ള HDS ജീവനക്കാരിയായ ജയകുമാരിക്കാണ് അനിൽകുമാറിന്റെ മർദ്ദനമേറ്റതെന്ന് പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന ഇടിവള ഉപയോഗിച്ചവരുടെ മുഖത്തിടിക്കുകയായിരുന്നു എന്നാണ് അവർ മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും അവർ തുടർന്ന് അവരെ ചികിത്സ തേടിയിട്ടുണ്ട് ജയകുമാരി. ഒപ്പം ഈ പറയുന്ന അനിൽകുമാറിനെ, പൂവാർ സ്വദേശിയായ അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റ ജയകുമാരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം മൂക്കിന് ഒരു പൊട്ടലുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ അനിലിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആശുപത്രി വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ മുഖത്തായിരുന്നു അവർക്ക് പരിക്കേറ്റത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയും, അവരുടെ മുഖത്ത് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം, ആശുപത്രി അതിക്രമണം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തായിരിക്കാം ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ സംഭവം നടക്കുമ്പോൾ, ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ലേ? സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്കറിയാം ഈ സമീപ നാളുകളിൽ കഴിഞ്ഞ വർഷമൊക്കെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ഒക്കെ അറിയാവുന്നതാണ്. ആശുപത്രിയിൽ കയറി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, നിരവധി ആരോഗ്യ പ്രവർത്തന ആക്രമണത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ. ഈ വിഷയത്തിൽ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ നടപടികളൊന്നും ഉണ്ടാകാറില്ലേ അവിടെ? നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം ഒരു കുറച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു അതിക്രമം ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഡോക്ടർമാരാണ് ഇത്തരത്തിൽ സാധാരണ ഇരകളാകാറുള്ളത്. കൂട്ടിരിപ്പ് എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പ് എത്തുന്ന ആൾക്കാരുടെ അതിക്രമമാണ് സാധാരണ ഏറ്റുവാങ്ങുന്നത്. ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് MRI സ്കാനിന്റെ ഒരു ഡേറ്റ് കൊടുക്കുന്നതിനുണ്ടായ തർക്കമാണ് അവിടെ ഈ ഒരു സംഘർഷത്തിൽ കലാശിച്ചും വാക്കേറ്റത്തിന് കലാശിച്ചും തുടർന്ന് മർദ്ദനത്തിലേക്ക് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരും ഒപ്പം സഹജീവ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇടപെട്ടതുകൊണ്ടാണ് അവർ കൂടുതൽ മർദ്ദനം അവർക്ക് ഏൽക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജീവനക്കാർ, അവിടെ ആശുപത്രി ജീവനക്കാരും പറയുന്ന അവിടെയുള്ള മറ്റ് സംഘടനാ നേതാക്കളും എല്ലാം ഈ സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇയാൾക്കെതിരെയുള്ള നിയമ നടപടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പോലീസിലേക്ക് വേണ്ടി പരാതികൾ നൽകും എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരൊക്കെ ഈ ജീവനക്കാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ ശക്തമാക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ വീണ്ടും അടിക്കടി ആവർത്തിക്കുന്നത് അത് അപലപനീയം തന്നെയാണ്. ആക്രമികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.